എന്താ അമ്മൂമ്മ? അല്ല മോനെ, മഴ അങ്ങോട്ട് പെയ്തപ്പോഴത്തേനെ പുല്ലെല്ലാം കൂടെ അങ്ങ് വളർന്ന് നാശമായി. അതെല്ലാം ഒന്ന് വെട്ടിക്കണം. ഒരു തൂമ്പെടുത്ത് കനാൻ്റെ കൂടെ ആൻറ്റി വെട്ടിത്തള്ള തരും. അതിനാ കനകാൻ്റെ ഇടയിൽ കൊടുക്കുന്നത്? നിനക്കെന്താ വെട്ടിയാലേ? അപ്പൊ ഞാൻ വെട്ട ഇറങ്ങിയാലും കനാൻ്റെ വന്ന് പിടിച്ചു മേടിച്ച് വെട്ടൂലേ? അല്ല, അത് ശരിയാ. ആ, ആര് പറഞ്ഞത്? കണ്ടോ, പാവം കൊച്ച് സാധനം മേടിച്ചോണ്ട് നടന്നു വരുന്നു. ഒരു ഓട്ടോ വിളിച്ച് വരാൻ പറഞ്ഞാൽ പോലും ആ കൊച്ചു കേൾക്കത്തില്ല. എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിലോ ഇഷ്ടം പോലെ പൈസ ചെലവാക്കുകയും ചെയ്യും. അപ്പൊ എനിക്ക് വേണ്ടി എന്തരൊക്കെ ചെലവാണ്? അത് നീ ശരിക്കും മുതലാക്കുന്നുണ്ട്. പിന്നെ എന്റെ ചേച്ചിയല്ലേ, അത് വരുന്നത് എന്റെ മുത്താണ് അല്ലേ? എന്താ രണ്ടുപേരും കൂടെ എന്നെ കുറ്റം പറയായിരുന്നോ? എങ്ങനെ ഇരിക്കുന്നു? ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടാ. പിന്നെന്തോടാ ഞാൻ പറഞ്ഞോ? അല്ലെങ്കിൽ നീ കമ്പോളം മൂപ്പിക്കാനേ മിടുക്കനാ. ആ, ഇപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. എന്റെ ലച്ചു, ഇവനും ശിവയും കൂടെ ആ കൊച്ചിനെ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കി. പാറുവിനെയാ? പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ ജസ്റ്റ് 2-3 കളിയാക്കലുകള്. എങ്ങനെ നടന്നു വന്നാ? പറന്ന്. പ്രതീക്ഷിച്ച ഉത്തരം തന്നെ. അളിയാ അളിയൊന്ന് ആലോചിച്ച് നോക്കിയേ, ചേച്ചി പറന്നു വല്ലോണ് വന്നെങ്കിൽ വല്ല പരുന്തോ കാക്കയോ വല്ല ചേച്ചിയെ കൊത്തിയെടുത്തിട്ട് പോയി കാണും. പിന്നെ അളിയാ ശിവേട്ടറാ? ശിവ, ശിവ അവളിവിടെ വന്നു കഴിഞ്ഞാൽ പാറവിടുന്ന് പഞ്ഞിക്കൂടുന്ന് പേടിച്ചിട്ട് അവള് നേരെ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് അങ്ങ് പോയി. നിന്ന് നിപ്പിലങ്ങ് പോയോ? പിന്നെ കൊച്ചു കള്ളി മായാചാലക്കാരി തന്നെ. കനാന്റിയും പുറകെ പോയിട്ടുണ്ട്. കനകാന്റിയും പോയോ? അങ്ങനെയാണെ കനകാന്റിയും മായാചാലക്കാരി. കൂട്ടം. അതെ, ഇവിടെ അതിന് മാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന് മാത്രം പ്രശ്നമൊന്നും ഇല്ല. ഈ വഴക്കിടുന്ന സമയത്ത് ശിവ ഇംഗ്ലീഷ് വായത്തോന്ന് എന്തൊക്കെയോ വിളിച്ച് പറയാറില്ലേ? അങ്ങനെ പാറുവായിട്ട് വഴക്കിട്ടപ്പം ശിവാനി എന്തൊക്കെയോ ഇംഗ്ലീഷ് വായത്തോന്നിയത് വിളിച്ച് പറഞ്ഞു. പാറൂസിനൊട്ടും മനസ്സിലായില്ല. മാത്രമല്ല ഈ കിഴങ്ങനുണ്ടല്ലോ എരുതിയിൽ എണ്ണ ഒഴിച്ചും കൊടുത്തിട്ടുണ്ട്. ഇവൻ പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ പാറുവിന് അങ്ങനെ ഇംഗ്ലീഷ് മനസ്സിലാവായിക്കൊന്നുമില്ല, അവക്കെല്ലാം മനസ്സിലാവും. എന്റെയാ കൊച്ചുമോള്. കൊച്ചുമോളല്ല, കൊച്ചുമോളൊക്കെ തന്നെ. പക്ഷെ ചില സമയത്തുള്ള അവളുടെ ഭാവം എന്തെന്നറിയൂ? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അവളെന്തോ എന്റെ വലിയ എന്തോന്ന് ചേച്ചി ചിരിക്കുന്നേ? ഓ, എല്ലാ കാര്യവും അറിഞ്ഞാണ്, അതുകൊണ്ടല്ലേ ഒരാക്കിച്ചിരി. മനസാ വാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങളാണല്ലോ ഈ കൊച്ചു പറയണേ. ഈ മനസാ വാചാ കർമ്മണ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ അറിയാം? ഈടാ എന്തുവാടാ ചുമ്മാ പിള്ളേരെ ചൊറിയുന്നത്? നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെ പോലത്തെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയാത്തതേ വലിയ തെറ്റൊന്നും അല്ല. ഓ, അത് ശരിയാണ്. നിന്നെ പോലത്തെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയാത്തത് വലിയ തെറ്റൊന്നും അല്ല. പക്ഷേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും വിട്ട് അവിടെ ഇംഗ്ലീഷും പഠിപ്പിച്ചിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ എന്ന് പറയണത് വലിയ തെറ്റാണ്. ഈ ഭാഷ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റത്തില്ല. ഇവിടെ ആരെങ്കിലും ഇംഗ്ലീഷ് പറയുന്നുണ്ടോ? ഇംഗ്ലീഷ് പറഞ്ഞാലേ എനിക്ക് പഠിക്കാൻ പറ്റൂ. ഇപ്പൊ ചൈനീസും ഫ്രഞ്ചും ആർക്കും അറിയത്തില്ലല്ലോ. ഞാൻ ആ ഭാഷയിൽ നിങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ലല്ലോ. ഇവിടെ മലയാളം നേരെ പറഞ്ഞൂടാ, അവളാണ് ചൈനീസിലും ഫ്രഞ്ചിലും ചോദിക്കാൻ പോണം. ഉദാഹരണത്തിന് എനിക്കത് അറിയാന്ന് വെച്ചോ, ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവൂ? ഇല്ലല്ലോ. ഓ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ ആണോ പ്രശ്നം? ഒരു കാര്യം ചെയ്, നീ നമ്മളുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്ക്, നമ്മളും തിരിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാം. സോൾഡ്. എന്ത് പറയൂ, തുടങ്ങിയല്ലേ? നിനക്ക് ഇങ്ങോട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങോട്ട് സംസാരിക്കാം. By the way, Miss Sparrow, how are you? എന്റെ കൊച്ചിനെ അങ്ങനെ തളർത്തൊന്നും വേണ്ട. എന്റെ കൊച്ചുണ്ടല്ലോ നല്ല രീതിക്ക് ഇംഗ്ലീഷ് പഠിച്ചിട്ട് പച്ച വെള്ളം പറഞ്ഞ പോലെ എന്റെ മോള് പറയും. ഇല്ലേ മോളെ? ഇനി പറഞ്ഞു പരിസരത്ത് കാണൂലല്ലോ. ഈ പറയുന്ന ആൾക്ക് ഇംഗ്ലീഷ് കുറെ അറിയാം. Yeah, I know English very well. You are the only person who doesn't know English here. അയ്യോ, ഈ പറഞ്ഞത് പോലും മനസ്സിലാവാതെ പാറു നിൽക്കണം. അവളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയാളിയോ. എനിത്തിങ് ടു സേ? മതി കേട്ടോ, കൊറേ ആയി കൊച്ചിനെ ഇട്ട് കളിയാക്കുന്നത്. എന്നാ പിന്നെ ഞാൻ നിർത്തി. ഞാനിപ്പോ തുടങ്ങിയല്ലേ ഉള്ളൂ.